നമ്മളിപ്പോൾ നിൽക്കുന്നത് മൈസൂർ കൊട്ടാരത്തിലാണ്. വെൽക്കം ടു അനദർ വീഡിയോ. അംബാവിലാസ് കൊട്ടാരം എന്നും അറിയപ്പെടുന്ന മൈസൂർ കൊട്ടാരം ഒരു ചരിത്ര കൊട്ടാരവും രാജകീയ വസതിയുമാണ്. ഇന്ത്യയിലെ കർണാടകയിലെ മൈസൂരിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. മുമ്പ് ഇത് വാഡിയാർ രാജവംശത്തിൻ്റെ ഔദ്യോഗിക വസതിയും മൈസൂർ രാജ്യത്തിൻ്റെ ആസ്ഥാനവുമായിരുന്നു. മൈസൂരിൻ്റെ മധ്യഭാഗത്തായി കിഴക്കോട്ട് ചാമുണ്ഡി കുന്നുകൾക്ക് അഭിമുഖമായി സ്ഥിതി ചെയ്യുന്ന കൊട്ടാരമാണ്. മൈസൂരിനെ കൊട്ടാരങ്ങളുടെ നഗരം എന്ന് സാധാരണയായി വിശേഷിപ്പിക്കാറുണ്ട്. ഇതിൽ 7 കൊട്ടാരങ്ങളുണ്ട്. എന്നിരുന്നാലും മൈസൂർ കൊട്ടാരം പ്രത്യേകമായി പുതിയ കോട്ടയ്ക്കുള്ളിലെ ഒന്നിനെയാണ് സൂചിപ്പിക്കുന്നത്. കൊട്ടാരം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലം ആദ്യം മൈസൂർ എന്നറിയപ്പെട്ടു. പഴയ കോട്ടയ്ക്കുള്ളിലെ ആദ്യത്തെ കൊട്ടാരം 14-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതാണ്. അത് പലതവണ കത്തിക്കുകയും പുനർനിർമ്മിക്കുകയും ചെയ്തു. പഴയ കോട്ട മരം കൊണ്ടാണ് നിർമ്മിച്ചത്, അതിനാൽ എളുപ്പത്തിൽ തീ പിടിക്കപ്പെട്ടു. അതേസമയം നിലവിലെ കോട്ട കല്ല്, ഇഷ്ടിക, മരം എന്നിവ കൊണ്ടാണ് നിർമ്മിച്ചത്. 1897-നും 1912-നും ഇടയിൽ പഴയ കൊട്ടാരം കത്തി നശിച്ചതിന് ശേഷം നിലവിലെ ഘടന പുതിയ കോട്ട എന്നും അറിയപ്പെടുന്നു. താജ്മഹലിന് ശേഷം ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് മൈസൂർ കൊട്ടാരം. 2014-ലെ കണക്കനുസരിച്ച് 3 ദശലക്ഷത്തിലധികം വാർഷിക സന്ദർശകർ ഇവിടെ എത്തുന്നു. 1896 ചാമരാജ വോഡയാറിൻ്റെ മൂത്ത മകളായ ജയലക്ഷ്മണിയുടെ വിവാഹത്തിനിടെ ഇപ്പോൾ പഴയ കൊട്ടാരം അല്ലെങ്കിൽ മരക്കൊമ്പാട്ടസ് എന്നറിയപ്പെടുന്ന അവസാന കൊട്ടാരം കത്തിനശിച്ചു. മഹാരാജ കൃഷ്ണരാജ വോഡയാർ 4-നും അമ്മ മഹാറാണി കെമ്പനഞ്ചമ്മണ്ണി ദേവിയും ഒരു പുതിയ കൊട്ടാരം പണിയാൻ ബ്രിട്ടീഷ് വാസ്തുശില്പിയായ ഹെൻറി എർവിനെ നിയോഗിച്ചു. EW ഫ്രിച്ച്ലി ഒരു കൺസൾട്ടിംഗ് എഞ്ചിനീയറായി ജോലി ചെയ്തു. അതേസമയം രാജകുടുംബം അടുത്തുള്ള ജഗൻമോഹൻ കൊട്ടാരത്തിൽ താമസിച്ചു. മൈസൂർ കൊട്ടാര ഡിവിഷനിലെ ഒരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നിർമ്മാണത്തിന് മേൽനോട്ടം വഹിച്ചു. ഡൽഹി, മദ്രാസ്, കൽക്കത്ത എന്നിവിടങ്ങളിലേക്കുള്ള സന്ദർശന വേളയിൽ അദ്ദേഹം വിപുലമായ വാസ്തുവിദ്യാ പഠനങ്ങൾ നടത്തി പുതിയ കൊട്ടാരം ആസൂത്രണം ചെയ്യാൻ ഇവ ഉപയോഗിച്ചു. നിർമ്മാണ ചെലവ് 41,47,913 രൂപയായി. വെള്ളം കുടിച്ചു പോവാം. ഇതാണ് സമ്മർ പാലസ്. മൈസൂരിൽ നിന്ന് 14 കിലോമീറ്റർ അകലെ കാവേരി നദിയിലെ ഒരു ദ്വീപാണ് ശ്രീരംഗപട്ടണം. ശ്രീരംഗപട്ടണത്തിൽ ദാരിയ ദൗലത്ത് ബാഗ് എന്നറിയപ്പെടുന്ന മനോഹരമായ പൂന്തോട്ടങ്ങൾക്കിടയിലാണ് ദാരിയ ദൗലത്ത് കൊട്ടാരം സമ്മർ പാലസ് സ്ഥിതി ചെയ്യുന്നത്. മൈസൂരിൻ്റെ കടുവ എന്നറിയപ്പെടുന്ന ടിപ്പു സുൽത്താൻ 1784-ൽ ഈ കൊട്ടാരം നിർമ്മിക്കുകയും 18-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ തൻ്റെ പിതാവ് ഹൈദർ അലി വോഡയാർമാരിൽ നിന്ന് അധികാരം പിടിച്ചെടുത്തതിന് ശേഷം കുറച്ചു കാലം ഇവിടെ നിന്ന് മൈസൂർ ഭരിക്കുകയും ചെയ്തു. 1782 മുതൽ 84 വരെ കാലഘട്ടത്തിൽ ടിപ്പു സുൽത്താൻ ശ്രീരംഗപട്ടണത്ത് തൻ്റെ അച്ഛനും അമ്മയ്ക്കും വേണ്ടി ഒരു ശവകുടീരമായി ഗുംബാസ് നിർമ്മിച്ചു. പേർഷ്യ, ഓട്ടോമൻ തുർക്കി, കാബൂൾ, ഫ്രഞ്ച് മൗറീഷ്യസ് എന്നിവിടങ്ങളിൽ നിന്ന് ടിപ്പു സുൽത്താൻ ശേഖരിച്ച വ്യത്യസ്ത ഇനം പൂച്ചെടികളും സസ്യങ്ങളും ഉള്ളതായി പറയപ്പെടുന്ന ഒരു സൈപ്രസ് ഉദ്യാനത്താൽ ശവകുടീരം ചുറ്റപ്പെട്ടിരുന്നു. ശവകുടീരത്തിൻ്റെ യഥാർത്ഥ കൊത്തുപണികളുള്ള വാതിലുകൾ നീക്കം ചെയ്ത് ഇപ്പോൾ ലണ്ടനിലെ വിക്ടോറിയ ആൻഡ് ആൽബർട്ട് മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു. എബോണി കൊണ്ട് നിർമ്മിച്ച ശവകുടീരത്തിനുള്ളിൽ മധ്യഭാഗത്തെ ശവകുടീരം ഹൈദർ അലിയുടെയും കിഴക്ക് ടിപ്പു സുൽത്താന്റെ അമ്മയുടെയും പടിഞ്ഞാറ് ടിപ്പു സുൽത്താന്റെയും ശവകുടീരമാണ്. പുറത്തെ വരാന്തയുടെ തെക്ക് ഭാഗത്ത് ടിപ്പുവിന്റെ സഹോദരിയായ സുൽത്താൻ ബീഗത്തിന്റെയും
ടിപ്പുവിന്റെ മകളായ ഫാത്തിമ ബീഗത്തിന്റെയും ശിശുമകളായ ഷസാദി ബീഗത്തിന്റെയും ടിപ്പുവിന്റെ മരുമകൾ സയ്യിദ് ഷാബാസിന്റെയും അദ്ദേഹത്തിന്റെ അച്ഛന്റെയും അമ്മയുടെയും ശവകുടീരങ്ങളുണ്ട്. കിഴക്ക് ഭാഗത്ത് ടിപ്പുവിന്റെ വളർത്തമ്മയായ മിർ മഹ്മൂദ് അലി ഖാന്റെയും അച്ഛന്റെയും അമ്മയുടെയും ശവകുടീരമുണ്ട്. വരാന്തയിൽ 3 നിര ശവകുടീരങ്ങളുള്ള ഒരു ഉയരമുണ്ട്. ആദ്യത്തേതിൽ ശവകുടീരങ്ങളില്ല. മറ്റൊരു നിരയിൽ 14 ശവകുടീരങ്ങളുണ്ട്. 8 സ്ത്രീകളും 6 പുരുഷന്മാരും. മാലിക സുൽത്താൻ ഇ ഷഹീദ് അല്ലെങ്കിൽ റുക്കിയ ബാനുവിന്റെയും ടിപ്പുവിന്റെ സഹോദരനും റുക്കിയ ബാനുവിന്റെ സഹോദരനുമായ ബുർഹാനുദ്ദീൻ ഷഹീദിന്റെയും അടയാളപ്പെടുത്താത്ത ഒരു ശവകുടീരവും. മൂന്നാമത്തെ നിരയിൽ 14 ശവക്കുഴികൾ, 9 സ്ത്രീകളും 5 പുരുഷന്മാരും ഉൾപ്പെടുന്നു. അതിൽ കൂർഗ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ട നവാബ് മുഹമ്മദ് റാസ് അലി ഖാൻ അല്ലെങ്കിൽ ബാൻകി നവാബ്, ഒരു അജ്ഞാത ശവക്കുഴി എന്നിവ ഉൾപ്പെടുന്നു. 1799-ൽ 4ാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ മരിച്ചതിനുശേഷം ടിപ്പു സുൽത്താനെ അദ്ദേഹത്തിന്റെ പിതാവിന്റെയും അമ്മയുടെയും ശവകുടീരങ്ങൾക്ക് അടുത്തുള്ള ഗുംസിൽ അടക്കം ചെയ്തു. 25 യുദ്ധം അവസാനിച്ചതിന്റെ പിറ്റേന്ന് 1799 മെയ് 5 അടക്കം ചെയ്തു. ടിപ്പുവിനെ പിതാവിന്റെ ശവകുടീരത്തിനടുത്തുള്ള ഗുംസിൽ അടക്കം ചെയ്യാൻ ബ്രിട്ടീഷുകാർ അനുവദിച്ചു. കൂടാതെ അദ്ദേഹത്തിന്റെ ശവസംസ്കാരത്തിന് പൂർണ്ണ സൈനിക ബഹുമതികളും നൽകി. ഗ്രനേഡിയർ ഡിവിഷനിലെ യൂറോപ്യൻ സൈനികരുടെ അകമ്പടിയോടെ മൃതദേഹം ഒരു ഘോഷയാത്രയിൽ കൊണ്ടുപോയി. ടിപ്പുവിന്റെ മകൻ അബ്ദുൽ ഖാലിഖ് ആയിരുന്നു പ്രധാന ദുഃഖാചരണം നടത്തിയത്. തുടർന്ന് ചില ഉദ്യോഗസ്ഥരും ജനങ്ങളും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മൃതദേഹം അടക്കം ചെയ്ത സമയത്ത് ശക്തമായ ഇടിമിന്നൽ ഉണ്ടായതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്.